നമസ്കാരം. കേരളത്തിലെ ഏറ്റവും ശക്തമായ പ്രചരണം നടന്ന മണ്ഡലം വടകരയാണ്. രണ്ടാമതൊന്ന് ആലോചിക്കാതെ പറയാൻ കഴിയും ആർക്കും. രക്തം വിയർപ്പാക്കിയ പ്രചരണമാണ് വടകരയിൽ നടന്നത്. കേരളത്തിൽ ഇതിനു മുൻപ് കാണാത്ത തരത്തിൽ സമൂഹമാധ്യമങ്ങളിലൂടെയും അല്ലാതെയും പ്രചരണം നടന്നു. അതിൽ പലതും അശ്ലീലവും വർഗീയവുമായി മാറുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും കളക്ടർക്ക് മുന്നിൽ പരാതി പ്രവാഹമായിരുന്നു. 1.5 മാസം രാപ്പകലില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ പൊരുതി. വോട്ട് ചെയ്യാൻ ഗൾഫിൽ നിന്ന് വിമാനം പിടിച്ചു പോലും ആളെത്തി. കടത്തനാടൻ മണ്ണിൽ തീ പടർത്തിയ മത്സരത്തിന് അന്ത്യമായി. തെരഞ്ഞെടുപ്പ് യുദ്ധം അവസാനിച്ചെങ്കിലും നിയമയുദ്ധം തുടരുകയാണ്. വോട്ടെടുപ്പിൻ്റെ തലേദിവസം മാത്രം 4 പരാതികളാണ് ലഭിച്ചത്. 2 UDF-ഉം 2 LDF-ഉം. വോട്ടെടുപ്പ് ദിവസവും നിരവധി പരാതികൾ ഉയർന്നു. മുൻ ദിവസങ്ങളിൽ നൽകിയ പരാതികൾ വേറെയുമുണ്ട്. ഏറ്റവും കൂടുതൽ ഫൗൾ പ്ലേ നടന്ന മണ്ഡലവും വടകര ആണെന്ന് പറയാം. സമൂഹമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും ഇപ്പോഴും മണ്ഡലത്തിൽ കത്തി നിൽക്കുകയാണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. വടകരയിൽ പ്രചരണത്തിൻ്റെ നല്ലൊരു ഭാഗം സമൂഹമാധ്യമങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഫേസ്ബുക്കിലും വാട്സാപ്പിലും പ്രചരണം കൊഴുത്തു. കെ ശൈലജയുടെ പ്രതിച്ഛായ തകർക്കാനുള്ള ശക്തമായ നീക്കം UDF-ൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് LDF പറയുന്നു. കോവിഡിനെയും നിപയെയും വരുതിയിലാക്കിയ മന്ത്രി എന്ന് LDF പ്രചരണം കോവിഡ് കള്ളി എന്ന് വിളിച്ച് UDF നേരിട്ടു. ഇതിനിടെയാണ് ശൈലജ തൻ്റെ വ്യാജ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നു എന്നാരോപിച്ച് പരാതിയുമായി രംഗത്ത് വന്നത്. മുൻപൊരിക്കലും ഇത്രയും വ്യക്തിപരമായ അധിക്ഷേപം നേരിടേണ്ടി വന്നിട്ടില്ല എന്നാണ് ശൈലജ ടീച്ചർ പറയുന്നത്. അതിനിടയിൽ ടീച്ചർമ്മ എന്നതുപോലെ ബോംബമ്മ എന്ന വിളിയും ഉയർന്നു. ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പരാതി പ്രവാഹമായി. വ്യാജ വീഡിയോകളും പോസ്റ്റുകളും ഫോട്ടോകളും ഫേസ്ബുക്കിലും വാട്സാപ്പിലും പറന്ന് നടന്നു. ഇതിൽ വ്യാജനേത് യാഥാർത്ഥ്യമേത് എന്ന് തിരിച്ചറിയാനാകാതെ ജനം കുഴങ്ങി. സ്ഥാനാർത്ഥികൾ പൊരിവെയിലത്ത് വോട്ട് പിടിക്കുമ്പോൾ അണികൾ പലരും ഓൺലൈൻ്റെ മായാലോകത്ത് മഹായുദ്ധം നടത്തുകയായിരുന്നു. ശൈലജയുടെ പരാതിയിൽ 5 പേരെ അറസ്റ്റ് ചെയ്തു. ശൈലജയുടെ വീഡിയോ ചോദിച്ച് കമൻ്റ് ഇട്ടവൻ വരെ അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു. വോട്ടെടുപ്പ് ദിവസം പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും കളക്ടർക്കും നിരവധി പരാതികളാണ് എത്തിയത്. മാന്യതയുടെ പരിധി പല ഘട്ടത്തിലും വടകരയിൽ കാറ്റിൽ പറന്നു. ട്രോളുകളായും പാരഡി ഗാനങ്ങളായും റീലുകളായും ഓൺലൈൻ പ്രചാരണ സാധ്യതകളെല്ലാം വടകരയിൽ പരീക്ഷിക്കപ്പെട്ടു. പാർട്ടി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നടന്ന സ്വകാര്യ ചർച്ചകൾ പോലും ചോർത്തി പ്രചരണ ആയുധമാക്കി. മുന്നണി നേതാക്കന്മാർക്ക് പോലും ഈ കൈവിട്ട കളിക്ക് തടയിടാൻ സാധിച്ചില്ല എന്നത് മറ്റൊരു കാര്യം. കെ ശൈലജ ഉൾപ്പെടെയുള്ള സ്ത്രീകളാണ് സമൂഹമാധ്യമത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത്. കെ രമയ്ക്ക് വാർത്താസമ്മേളനം വിളിച്ച സമൂഹമാധ്യമത്തിലെ സ്ത്രീവിരുദ്ധത അക്രമത്തെ തള്ളിപ്പറയേണ്ടി വന്നു. സൈബർ ആക്രമണത്തിൻ്റെ ഇരയാണ് താനെന്നും രമ പറഞ്ഞു. വെട്ടുക്കിളികളുടേതുപോലെയുള്ള ആക്രമണത്തിൽ ഏറെയും ഇരയാകേണ്ടി വന്നത് കെ ശൈലജ തന്നെയാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്രതീക്ഷിതമായിരുന്നു ഷാഫിയുടെ വടകര പ്രവേശനം. അതുതന്നെ ചർച്ചയായി. മുരളീധരൻ്റെ അത്രയും മുതിർന്ന നേതാവല്ലാത്ത ഷാഫിയെ ശൈലജയ്ക്ക് തോൽപ്പിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന് LDF കരുതി. എന്നാൽ പിന്നീട് നടന്നതെല്ലാം നാടകീയം. പാലക്കാട്ടുകാർ ഷാഫിയെ കരഞ്ഞുകൊണ്ട് യാത്രയാക്കുന്നു. വടകരയിൽ വൻ ജനാവലിയുടെ മധ്യത്തിലേക്ക് ഷാഫി വന്നിറങ്ങുന്നു. ഇതിനെല്ലാം അപ്പുറം ഈ ദൃശ്യങ്ങളെല്ലാം വടകരയിലെ ആളുകളുടെ എല്ലാം മൊബൈൽ ഫോണുകളിലേക്ക് എത്തുകയും സമൂഹമാധ്യമങ്ങളിൽ പറന്ന് നടക്കുകയും ചെയ്തു. വടകരയിൽ നല്ലൊരു ശതമാനം ആളുകളും ഗൾഫ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. നാട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് നാട്ടുകാർ അറിയുന്നതിന് മുൻപ് ഗൾഫിൽ ഉള്ളവർ അറിഞ്ഞു. മണ്ഡലത്തിൽ എത്തിയ ഷാഫി നേരെ വച്ചുപിടിച്ചത് ഗൾഫിലേക്കാണ്. അവിടെ പോയി കാണേണ്ടവരെ കണ്ടു. പിന്നീടാണ് ഷാഫി മണ്ഡലത്തിൽ പ്രചുര പ്രചാരണം ആരംഭിച്ചത്. കൂറ്റൻ ഫ്ലക്സ് ബോർഡുകളാണ് വടകരയുടെ മുക്കിലും മൂലയിലും ഉയർന്നത്. അതുവരെ ശൈലജ പുലർത്തിയിരുന്ന വ്യക്തമായ ലീഡ് ചുരുങ്ങിയ ദിവസം കൊണ്ട് ഷാഫി ഇല്ലാതാക്കി എന്നത് യാഥാർത്ഥ്യമാണ്. ഇതിനിടെ സൈബർ ലോകത്തും യുദ്ധം ആരംഭിച്ചു. ഷാഫിക്കും സൈബർ ആക്രമണത്തിന് ഇരയാകേണ്ടി വന്നു. മതത്തിൻ്റെ പേരിൽ വോട്ട് പിടിക്കുന്നു എന്നതായിരുന്നു ഷാഫിക്കെതിരായ പ്രചരണം. SDPI നേതാവിനൊപ്പം ഷാഫി നിൽക്കുന്ന ഫോട്ടോ പറന്നു നടന്നു. ഇത് വ്യാജമാണെന്ന് ഷാഫി പലതവണ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഫേസ്ബുക്കിൽ ഇപ്പോഴും യുദ്ധം തുടരുകയാണ്. ഷാഫിയെ നല്ലവനായ ഉണ്ണിയെന്ന് വിശേഷിപ്പിച്ച് P ജയരാജൻ കഴിഞ്ഞ ദിവസം പോസ്റ്റിട്ടു. വർഗീയ ടീച്ചർമ്മ എന്ന് വിളിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനെതിരെ പ്രതികരിച്ചത്. കവലകൾ തോറുമുള്ള പ്രസംഗങ്ങളും പ്രചരണങ്ങളും മതിയാകാതെ വന്നതോടെയാണ് ഓൺലൈനിൽ പ്രചരണത്തിൻ്റെ വെടിക്കെട്ട് തീർത്തത്. അതിൽ പലർക്കും പൊള്ളലേറ്റു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും സൈബർ ലോകത്തെ മാലപ്പടക്കം ഇപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്.